നമസ്കാരം. എല്ലാ പ്രിയ +2 തുല്യതാ പഠിതാക്കളെയും ഹിസ്റ്ററിയുടെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സിൽ സ്വാഗതം ചെയ്യുന്നു. 30 മാർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. എല്ലാവരെയും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഹിസ്റ്ററിയുടെ ഒരു പരീക്ഷാ സംബന്ധമായ പ്രധാനപ്പെട്ട ക്ലാസ്സിൽ സ്വാഗതം ചെയ്യുന്നു. 22ാമത് ചോദ്യം നോക്കിയേ. ജൈനമതത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എഴുതുക എന്നാണ്. ജൈനമതത്തിൻ്റെ പ്രധാന തത്വങ്ങൾ നമുക്കറിയാം. ജൈനമതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ജൈനമതത്തിൽ 24 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു, 24 സന്യാസിമാരുണ്ടായിരുന്നു. അതിൽ 24ാമത്തതും അവസാനത്തതുമായ ആളാണ് മഹാവീരൻ, വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചത്. അപ്പോൾ ജൈനമതത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വർദ്ധമാന മഹാവീരൻ. തുടക്കത്തിൽ ഇങ്ങനെ എഴുതണം: ജൈനമതത്തിൽ 24 സന്യാസിമാരുണ്ടായിരുന്നു, 24ാമത്തതും അവസാനത്തതുമായ ആളാണ് വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു ജൈനമതത്തിൽ 24 തീർത്ഥങ്കരന്മാർ സന്യാസിമാർ എന്നാണ് അർത്ഥം. അപ്പോൾ 24 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു. ആ 24 തീർത്ഥങ്കരന്മാരിൽ 24ാമത്തതും അവസാനത്തതുമായ ആളാണ് വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചത്. ചോദ്യം ജൈനമതത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ്. അപ്പോൾ ഈ തത്വങ്ങൾ നമുക്ക് എഴുതാം. പേജ് നമ്പർ 43 തത്വങ്ങളുള്ളത്. എല്ലാ വസ്തുക്കൾക്കും ജീവനും ആത്മാവും ഉണ്ടെന്ന് ജൈനമതക്കാർ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ആത്മാവുണ്ട്. ഈ ഫോണിന് ആത്മാവുണ്ട്, അല്ലെങ്കിൽ ഈ ബുക്കിന് ആത്മാവുണ്ട്, ഇവിടെ തിരിയുന്ന ഫാനിന് ആത്മാവുണ്ട്. അങ്ങനെ എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ആത്മാവുണ്ടെന്ന് ജൈനമതക്കാർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഒരു ജൈനമത തത്വം. പിന്നെ ജീവനുള്ള വസ്തുക്കളെ ഒന്നും ഉപദ്രവിക്കരുത്, അഹിംസ. രണ്ടാമത്തെ ജൈനമത തത്വമാണ് അഹിംസ. എന്താ അഹിംസ? ജീവനുള്ള വസ്തുക്കളെ ഒന്നും എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷം പ്രാപിക്കലാണ്. മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ്? മോക്ഷമാണ്. അപ്പോൾ 3 തത്വങ്ങൾ പഠിച്ചു. എന്നോട് പറയാം: എല്ലാ വസ്തുക്കൾക്കും ആത്മാവുണ്ട്, ജീവനുള്ള വസ്തുക്കളെ ഒന്നും ഉപദ്രവിക്കരുത്, അതായത് അഹിംസ. മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷം നേടലാണ്. മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷം നേടലാണ്. പിന്നെ മോക്ഷം കൈവരിക്കണമെങ്കിൽ കർമ്മം ശുദ്ധമാവണം. അതിനെന്ത് വേണം? മോക്ഷപ്രാപ്തിക്ക് സന്യാസി ജീവിതം ആവശ്യമാണ്. ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം എന്നിവയാണ് ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ. 3 ശരിയായതാണ്: ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം. ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം എന്നിവയാണ് ജൈനമതത്തിലെ പ്രധാന ത്രിരത്നങ്ങൾ. 3 ത്രിരത്നങ്ങൾ 3 ഏതൊക്കെയാ? 3 ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം. പ്രവൃത്തി, അറിവ്, വിശ്വാസം. ഇതാണ് ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞ് ജൈനമതത്തെക്കുറിച്ചൊക്കെ ചോദ്യം പഠിച്ചു കഴിഞ്ഞു. ചോദ്യോത്തരം പഠിച്ചു കഴിഞ്ഞു. പേജ് നമ്പർ 43 ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. മുഗൾ ദിനവൃത്താന്തം എന്ന നിലയിൽ അക്ബർനാമയുടെ പ്രാധാന്യം വിശകലനം ചെയ്യുവാനാണ്. അക്ബർനാമയെ കുറിച്ചിട്ടാണ്. അക്ബർനാമയുടെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ചോദ്യം. മുഗൾ ദിനവൃത്താന്തം എന്ന നിലയിൽ അക്ബർനാമയുടെ പ്രാധാന്യം വിശകലനം ചെയ്യുക. അക്ബർനാമയെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. അക്ബർനാമ നമുക്കറിയാം. അക്ബർനാമ എഴുതിയത് ആരാണ് അക്ബർനാമ എഴുതിയത്? നമ്മുടെ പേജ് നമ്പർ 105 എന്താ അക്ബർനാമയെ കുറിച്ചിട്ട്? അബുൽ ഫസലാണ് അക്ബർനാമയുടെ രചയിതാവ്. അബുൽ ഫസൽ അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ചിന്തകനും ഉപദേശകനൊക്കെ അങ്ങനെ ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു അബുൽ ഫസൽ. അബുൽ ഫസലാണ് എന്ത്? അക്ബർനാമ എഴുതിയിരിക്കുന്നത്. തൻ്റെ 13 വർഷത്തെ പ്രയത്നഫലമായാണ് അബുൽ ഫസൽ അക്ബർനാമ പൂർത്തീകരിച്ചത്. അക്ബർനാമയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്: അക്ബറുടെ ഭരണ സംവിധാനം, സാമൂഹിക സാമ്പത്തിക സ്ഥിതിഗതികൾ, ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്നിങ്ങനെ അക്ബർനാമയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ അക്ബർനാമ മനസ്സിലായല്ലോ. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ബഹുഭാഷാ പണ്ഡിതനും ചിന്തകനും ആയിരുന്നു അബുൽ ഫസൽ. അബുൽ ഫസലാണ് എന്ത് എഴുതിയിരിക്കുന്നത്? അക്ബർനാമ എഴുതിയിരിക്കുന്നത്. അക്ബർനാമയുടെ രചയിതാവാരാണ്? അബുൽ ഫസൽ. അക്ബർനാമയുടെ പ്രത്യേകത എന്താണ്? അക്ബർനാമയ്ക്ക് എന്തുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. ഒന്നിലെന്താ പറയുന്നത്? അക്ബറിൻ്റെ ഭരണ സംവിധാനം, പിന്നെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിഗതികൾ, ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്നിങ്ങനെ അക്ബർനാമയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. 13 വർഷങ്ങൾ കൊണ്ടാണ് അബുൽ ഫസൽ അക്ബർനാമ പൂർത്തീകരിച്ചത്. അക്ബർനാമ പൂർത്തീകരിക്കാൻ 13 വർഷം എടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ അക്ബർനാമയുടെ രചയിതാവ് ആരാണ്? അബുൽ ഫസൽ. അബുൽ ഫസൽ ആരായിരുന്നു? അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ചിന്തകനും
ഒരു ബഹുഭാഷാ പണ്ഡിതനുമായിരുന്നു അബുൽ ഫസൽ. അപ്പോൾ ഇതാണ് അക്ബർനാമയെക്കുറിച്ച് പറയാനുള്ളത്. പേജ് നമ്പർ 105. അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങൾ ഏതാനാണ്? ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ മുന്നേ എന്താ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയണം. എന്താണ്? 1946 മാർച്ചിൽ ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് ഒരു സംഘത്തെ അയച്ചു. അവരെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യൻ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് ഒരു ടീമിനെ അയക്കുകയാണ്. ആ ടീം അംഗങ്ങളെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയച്ച സംഘാംഗങ്ങളെ വിളിക്കുന്ന പേരാണ്, ആ ടീമിനെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ. പെത്തിക് ലോറൻസ്, സർ സ്റ്റഫേർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ എന്നീ 3 പേരാണ് ആ ടീമിലുണ്ടായിരുന്നത്. ഒന്നുകൂടെ പറയാം. പെത്തിക് ലോറൻസ്, സർ സ്റ്റഫേർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ എന്നിവരടങ്ങുന്ന ഒരു സംഘത്തെ ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രിട്ടന് ഇന്ത്യയിലേക്ക് അയച്ചു. ഈ സംഘത്തെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ. പേജ് നമ്പർ 161, പേജ് നമ്പർ 161. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് വായിക്കാം. ബ്രിട്ടീഷ് പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളുടെയും ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരണം. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ യൂണിയൻ കൈകാര്യം ചെയ്യും. ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കും. ഒരു ഇടക്കാല ഗവൺമെൻറ് കേന്ദ്രത്തിൽ രൂപീകരിക്കും. ഇത്രയും 4 എണ്ണമാണ് എന്ത് ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാബിനറ്റ് മിഷൻ എന്നാൽ എന്തെന്ന് ചോദിക്കാം, ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങളും ചോദിക്കാം. 161 പേജിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം മാർത്താണ്ഡവർമ്മ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളാണ്. മാർത്താണ്ഡവർമ്മ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. അത് നമ്മുടെ പേജ് നമ്പർ 172 ആണ്. 172 എന്തുള്ളത്? മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറയുന്നത്. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറയുന്നത് 172. അപ്പോൾ നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് പറയുകയാണ്. പേജ് നമ്പർ 172. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായിരുന്നു മാർത്താണ്ഡവർമ്മ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4 തിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4 തിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 8 വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ തൃപ്പടിദാനം നടത്തിയത് തൃപ്പടിദാനം എന്ന് പറഞ്ഞാൽ തൻ്റെ നാടിനെ തൻ്റെ രാജ്യത്തെ അവിടുത്തെ അമ്പലത്തിലെ ശ്രീ പത്മനാഭ സ്വാമിക്ക് എന്ത് ചെയ്തു? ദാനം ചെയ്തു. ആ ചടങ്ങിന് വിളിക്കുന്ന പേരാണ് തൃപ്പടിദാനം നടത്തിയത്. ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തൻ്റെ രാജ്യത്തെ ആർക്ക് കൊടുത്തു? ശ്രീ പത്മനാഭ സ്വാമിക്ക് ദാനമായി സമർപ്പിച്ചു. ആ ചടങ്ങിന് വിളിക്കുന്ന പേരാണ് തൃപ്പടിദാനം. അപ്പോൾ ചരിത്രപ്രസിദ്ധമായ തൃപ്പടിദാനം നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്കെന്ന പേരിൽ ബജറ്റ് അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. യൂറോപ്യൻ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നമ്മുടെ തിരുവിതാംകൂർ സൈന്യത്തെ എങ്ങനെ ആക്കി? എന്തിൻ്റെ മോഡലാക്കി? യൂറോപ്യൻ മാതൃകയിൽ പരിശീലിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ചോദ്യം എന്താണ്? മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ്. അപ്പോൾ പറയാം, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായിരുന്നു മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായിരുന്നു മാർത്താണ്ഡവർമ്മ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ആദ്യമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4 തിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4 തിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 8 വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. 1750 ജനുവരി 3 തിരുവിതാംകൂർ രാജ്യത്തെ ശ്രീപത്മനാഭ സ്വാമിക്ക് ദാനമായി സമർപ്പിച്ച ചടങ്ങുണ്ട്, തൃപ്പടിദാനം. ആ തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ പതിവ് കണക്കെന്ന പേരിൽ ബജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലിച്ചതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് പരിശീലിപ്പിച്ചതും. അപ്പോൾ ഇതാണ് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് നോട്ട്. പേജ് നമ്പർ 172, 172 നമ്മൾ പഠിച്ചു. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിച്ചു. പേജ് നമ്പർ 172. അടുത്ത ചോദ്യം 26 ചോദ്യം നോക്കിയേ.
പഴശ്ശി സമരങ്ങളെക്കുറിച്ച് ചുരുക്കി എഴുതാനാണ്. പഴശ്ശി സമരങ്ങളെക്കുറിച്ച് ചുരുക്കി എഴുതാനാണ്. അത് 180ലാണ് പഴശ്ശി സമരത്തെക്കുറിച്ച് പറയുന്നത്. 180 പഴശ്ശി സമരത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. നോക്കാം, എന്താ പഴശ്ശി സമരത്തെക്കുറിച്ച് പഠിക്കാം. പേജ് നമ്പർ 180ലാണ്. 180. കോട്ടയം രാജകുടുംബാംഗമാണ് പഴശ്ശി രാജ. ഈ വോയിസ് കേട്ട് നിങ്ങൾ ആവർത്തിച്ച് വോയിസ് കേട്ട് നോട്ട് എഴുതി പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ചോദ്യപേപ്പറിൽ നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യം എന്താണ്? പഴശ്ശി സമരത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോട്ടയം രാജകുടുംബാംഗമാണ് പഴശ്ശിരാജൻ്റെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. കോട്ടയം രാജകുടുംബാംഗമാണ് പഴശ്ശിരാജൻ്റെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. അന്നേ വരെ കോട്ടയത്തെ നികുതി പിരിച്ചിരുന്നത് പഴശ്ശിരാജയാണ്. എന്നാൽ യാതൊരു കാരണവും കൂടാതെ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ കോട്ടയത്ത് നികുതി പിരിക്കലിൽ നിന്ന് ഒഴിവാക്കി പകരം കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു. ഇത് പഴശ്ശിയെ ചൊടിപ്പിച്ചു. പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതാണ് കഥയായിട്ട് പഠിക്കേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. പഴശ്ശിരാജയുടെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. അന്നേ വരെ കോട്ടയത്ത് നികുതി പിരിച്ചിരുന്നത് പഴശ്ശിരാജയാണ്. എന്നാൽ യാതൊരു കാരണവും കൂടാതെ പഴശ്ശിരാജാവിനെ കോട്ടയത്തെ നികുതി പിരിക്കലിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഒഴിവാക്കിയിട്ട് പകരം കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു. ഇത് പഴശ്ശിയെ ചൊടിപ്പിച്ചു. പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പലതവണ പഴശ്ശി കലാപം വിജയം കണ്ടുവെങ്കിലും 1805 മാവിലത്തോടിൽ വെച്ച് പഴശ്ശി മരണമടയുന്ന 1805 മാവിലാത്തോടിൽ വെച്ച് പഴശ്ശി മരണമടയുന്നു. പലതവണ പഴശ്ശി കലാപം യുദ്ധം വിജയിച്ചെങ്കിലും 1805 മാവിലാത്തോടിൽ വെച്ച് പഴശ്ശി കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്രയും നമ്മൾ എഴുതണം? പഴശ്ശി സമരത്തിൽ എഴുതണം. പഴശ്ശി നടത്തിയ ഒളിപ്പോർ യുദ്ധം പ്രസിദ്ധമാണെന്നൊക്കെ ചേർക്കാം കേട്ടോ. പഴശ്ശി നടത്തിയ ഒളിപ്പോർ യുദ്ധം പ്രസിദ്ധമാണ്. പിന്നെ വയനാടൻ കുന്നുകളിലെ മുസ്ലിം കർഷകർ, ആദിവാസി വിഭാഗങ്ങളൊക്കെ ആരോടൊപ്പം നിന്നു? പഴശ്ശിയോടൊപ്പം നിന്നു. വയനാടൻ കുന്നുകളിലെ മുസ്ലിം കർഷകർ, ആദിവാസി വിഭാഗങ്ങളൊക്കെ പഴശ്ശിയോടൊപ്പം നിന്നു. അങ്ങനെ പഴശ്ശി കലാപം പലതവണ വിജയം കാണുന്നുണ്ടെങ്കിലും 1805 പഴശ്ശി മാവിലാത്തോടിൽ വെച്ച് പഴശ്ശി മരണമടയുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതണം? പഴശ്ശിരാജയെക്കുറിച്ച് എഴുതണം. ഒന്നുകൂടെ പറയാം. കോട്ടയം രാജകുടുംബാംഗമാണ് പഴശ്ശിരാജ. പഴശ്ശിരാജാവിൻ്റെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. അന്നേ വരെ കോട്ടയത്തെ നികുതി പിരിച്ചിരുന്നത് പഴശ്ശിരാജയാണ്. എന്നാൽ യാതൊരു പ്രകോപനവും കൂടാതെ പഴശ്ശിയെ അതിൽ നിന്ന് ഒഴിവാക്കി പകരം കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു. ഇത് പഴശ്ശിയെ ചൊടിപ്പിച്ചു. പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതാണ് പഴശ്ശി കലാപം പലതവണ വിജയം കണ്ടുവെങ്കിലും 1805 മാവിലാത്തോടിൽ വെച്ച് പഴശ്ശി കൊല്ലപ്പെട്ടു. ഇത്രയും നമ്മൾ എന്തിനെക്കുറിച്ച് എഴുതണം? പഴശ്ശിരാജയെക്കുറിച്ച് എഴുതണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. അടുത്ത ലിഖിതങ്ങളുടെ പരിമിതികളെക്കുറിച്ചാണ്. എഴുതാനുള്ള ചോദ്യമാണ് ഇത്. ഒരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ലിഖിതങ്ങളുടെ പരിമിതികൾ. പേജ് നമ്പർ 33 ലിഖിതങ്ങളുടെ പരിമിതികളെക്കുറിച്ചുള്ള ചോദ്യം 33ാമത്തെ പേജിലുണ്ട്. ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. പേജ് നമ്പർ 33 ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. പിന്നെ ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥം സന്ദർഭത്തിനൊത്ത് മനസ്സിലാക്കാൻ എളുപ്പമല്ല. ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ സന്ദർഭത്തിനൊത്ത് എന്ത് ചെയ്യാൻ കഴിയില്ല? മനസ്സിലാക്കാൻ എളുപ്പമല്ല. ഇതൊക്കെയാണ് ലിഖിതങ്ങളുടെ പരിമിതികൾ. പേജ് നമ്പർ 33. 4 എഴുതേണ്ടതുള്ളൂ. ലിഖിതങ്ങളുടെ 4 പരിമിതികൾ എഴുതേണ്ടതുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ 6 പറയുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ എളുപ്പമുള്ളതും ഓർമ്മയിൽ നിൽക്കുന്നതും ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമുള്ളതും മനസ്സിൽ നിൽക്കുന്നതുമായ പോയിൻറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കാം.
ചോദ്യം മനസ്സിലായാലോ? ലിഖിതങ്ങളുടെ പരിമിതികളാണ് ചോദ്യം. അടുത്തൊരു ചോദ്യം നോക്കിയേ. അടുത്തൊരു ചോദ്യം, മുഗൾ ഗ്രാമീണ ജീവിതത്തിൽ പഞ്ചായത്തിൻ്റെ പങ്ക്. പഞ്ചായത്തിനെ കുറിച്ച് എഴുതാനാണ്. ഇവിടെ മുഗൾ കാലഘട്ടത്തിലെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാനാണ്. മുഗൾ കാലഘട്ടത്തിലെ പഞ്ചായത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാനാണ് അടുത്ത ചോദ്യം. അത് പേജ് നമ്പർ 93, 94 ഉണ്ട് പഞ്ചായത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. മുഗൾ കാലഘട്ടത്തിലെ പഞ്ചായത്തിനെ കുറിച്ച് എഴുതാനാണ് അടുത്ത ചോദ്യം. മുഗൾ കാലഘട്ടത്തിലെ അത് 93 തുടങ്ങിയിട്ട് 94 അവസാനിക്കുകയാണ്. മുഗൾ കാലഘട്ടത്തിലെ പഞ്ചായത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. പഞ്ചായത്ത് നോക്കാം. 93 പേജിലെ ഏറ്റവും താഴെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഗ്രാമത്തിലെ പഞ്ചായത്ത് മുതിർന്നവരുടെ സഭയായിരുന്നു. ഗ്രാമത്തിലെ പഞ്ചായത്ത് മുതിർന്നവരുടെ സഭയായിരുന്നു. പഞ്ചായത്തിലെ അംഗങ്ങൾ ഗ്രാമത്തിലെ പ്രധാനികളും സ്വത്തിനുമേൽ പാരമ്പര്യ അവകാശമുള്ളവരുമായിരുന്നു. മിശ്രജാതിക്കാരുടെ ഗ്രാമങ്ങളിലെ പഞ്ചായത്ത് ഭിന്നജാതികളുടെ ഒരു സമിതിയായിരുന്നു. ഗ്രാമങ്ങളിലെ വ്യത്യസ്ത ജാതികളെയും സമുദായങ്ങളെയും പ്രതിനിധാനം ചെയ്തിരുന്നത് പഞ്ചായത്തിൻ്റെ ഹീനമായ ജോലി ചെയ്യുന്നവർക്ക് കർഷകർക്കും പ്രാതിനിധ്യം ലഭിച്ചിരുന്നില്ല. പഞ്ചായത്ത് എടുക്കുന്ന ഏതൊരു തീരുമാനവും എല്ലാ അംഗങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. പഞ്ചായത്തിൻ്റെ തലവൻ മുഖദ്ദം അഥവാ മണ്ഡൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്തിൻ്റെ തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു? മുഖദ്ദം അഥവാ മണ്ഡൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഗ്രാമത്തിലെ മുതിർന്ന അംഗങ്ങളാണ് ഗ്രാമത്തലവനെ തിരഞ്ഞെടുത്തിരുന്നത്. ഗ്രാമത്തിലെ മുതിർന്ന അംഗങ്ങളാണ് ഗ്രാമത്തലവനെ തിരഞ്ഞെടുത്തിരുന്നത്. ഇത് പേജ് നമ്പർ 93 തുടങ്ങി 94 അവസാനിക്കുന്ന ഒരു 4-5 പോയിൻറ്റ്സിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എളുപ്പത്തിൽ പഠിക്കാൻ എളുപ്പത്തിലുള്ളത് അങ്ങനത്തെ ഒരു 6 പോയിൻ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കാം. അടുത്ത ചോദ്യം നോക്കൂ. 1857 കലാപത്തിൻ്റെ ഫലങ്ങൾ. 1857 1857 1857 കലാപം. 10ാമത്തെ പാഠം ഉദ്ദേശിക്കുന്നത്. 1857 കലാപത്തിൻ്റെ ഫലങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. കലാപത്തിൻ്റെ ഫലങ്ങൾ. അത് പേജ് നമ്പർ നോക്കാം. പേജ് നമ്പർ കലാപത്തിൻ്റെ ഫലങ്ങളാണ്. 1857 കലാപത്തിൻ്റെ ഫലങ്ങൾ 142ാമത്തെ പേജിൽ നോക്കാം. കലാപത്തിൻ്റെ ഫലങ്ങൾ നോക്കാം. 1857 കലാപത്തിൻ്റെ ഫലങ്ങൾ പേജ് നമ്പർ 144 144 കലാപത്തിൻ്റെ ഫലങ്ങളാണ്. നോക്കാം. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഒരു ഫലമാണ്. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് എന്ത് ചെയ്തു? ഫുൾ സ്റ്റോപ്പ് ഇട്ടത് അന്ത്യം കുറിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയിൽ എന്താ ചെയ്ത്? ഒരു നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണം നേരിട്ടാവുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ മുഗൾ ഭരണത്തിൻ്റെ അന്ത്യം കുറിക്കുകയും പിന്നെ ഇന്ത്യയിൽ എവിടെ പറയുന്നുണ്ട്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു. പിന്നെ കലാപശേഷം സാമൂഹിക പരിഷ്കരണങ്ങളോട് മുഖം തിരിച്ചു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഒക്കെ ഓർമ്മയിൽ നിൽക്കുന്നൊരു പോയിൻ്റാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തെറ്റിപ്പിക്കാൻ എന്ത് ചെയ്തു? ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതൊരു ഫലമാണ് ഇതിൻ്റെ ഈ 1857 വിപ്ലവത്തിൻ്റെ ഫലങ്ങളാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. 1857 വിപ്ലവത്തിൻ്റെ ഫലങ്ങളാണ് ചോദ്യം. 44ാം പേജിൽ ഏറ്റവും മുകൾ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. അതിൽ നിന്ന ഒരു പോയിൻ്റാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഇന്ത്യയിൽ മുഗൾ ഗ്രാമീണ ജീവിതത്തിൻ്റെ പ്രത്യേകത പറയുന്നത് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഫുൾ സ്റ്റോപ്പ് ആയതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലാവുകയും ചെയ്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ഭരണം അവസാനിച്ചു. കലാപശേഷം സാമൂഹിക പരിഷ്കരണങ്ങളോട് മുഖം തിരിച്ചു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷെ അതൊന്നും എത്രമാത്രം നടക്കുമെന്നറിയില്ല. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഒരു ഉത്തരം കൂടിയുള്ളൂ. ഇന്ത്യൻ ദേശീയതയുടെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായകമായി ഈ 1857 വിപ്ലവം. അപ്പോൾ അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് 1857 വിപ്ലവം. അടുത്ത ചോദ്യത്തിൽ പോകാൻ നമുക്ക്. ഇനിയുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അവിടെ 3 എസ്സേ ക്വസ്റ്റ്യൻ കണ്ടില്ലേ നിങ്ങൾ? എസ്സേ ക്വസ്റ്റ്യൻ
8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനാണ്. ഇതിൽ 2 എഴുതാനാണ്. മോഹൻജൊദാരോയിലെ നഗരാസൂത്രണത്തിൻ്റെ സവിശേഷതകൾ, അതായത് ഹാരപ്പൻ സംസ്കാരത്തിനെ കുറിച്ച് എഴുതാനാണ്. അവിടുത്തെ പ്രധാന നഗരമാണല്ലോ മോഹൻജൊദാരോ. അപ്പോൾ ഇത് നമ്മൾ ഈ വർഷവും പ്രതീക്ഷിക്കുന്ന എസ്സേ ആണെന്ത്? ഹാരപ്പൻ സംസ്കാരവും മോഹൻജൊദാരോ. നമ്മുടെ 1ാമത്തെ പാഠം ഹാരപ്പൻ സംസ്കാരം, അതായത് മോഹൻജൊദാരോയെ കുറിച്ചുള്ള പ്രത്യേകതകളാണ്. നമ്മൾ 2 പേജ് എഴുതണം. മോഹൻജൊദാരോയിലെ സംസ്കാരത്തെക്കുറിച്ചിട്ട്, അത് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചിട്ടും ഈ മോഹൻജൊദാരോയിലെ നഗരത്തെക്കുറിച്ചിട്ടും. അതിലാണ് കോട്ട, കീഴ്പട്ടണം, ധാന്യപ്പുര, വലിയകുളം, അഴുക്കുച്ച സംവിധാനം എന്നൊക്കെ പറയുന്നുണ്ട്. വീടുകളൊക്കെ പറയുന്നുണ്ട്. ധാരാളം മുറികളോട് കൂടിയ വീടുകളൊക്കെ അതിനെ പ്രത്യേകം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ, ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഈ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ മോഹൻജൊദാരോയുടെ ആ ക്ലാസ്, ആ എസ്സേ ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ വീഡിയോ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ അത് ആ ക്ലാസ്സിലേക്ക് പോയിട്ട് അത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു എസ്സേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകളാണ്. വിജയനഗര സാമ്രാജ്യം സംഗമ, സാലുവ, തുളുവ, അരവിട് എന്നീ 4 രാജവംശങ്ങൾ മാറി മാറി ഭരിച്ചതാണെന്ത്? വിജയനഗര സാമ്രാജ്യം. സഹോദരന്മാരായിരുന്ന ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. എവിടെ സ്ഥാപിച്ചത്? തുംഗഭദ്ര നദിയുടെ തീരത്ത്. സഹോദരന്മാരായിരുന്ന ഹരിഹരനും ബുക്കനും തുംഗഭദ്ര നദിയുടെ തീരത്താണ് എന്ത് സ്ഥാപിച്ചത്? നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മറ്റൊരു എസ്സേയാണ് വിജയനഗര സാമ്രാജ്യം. അതും ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും ആ ക്ലാസ് വീഡിയോയും ഇതിൻ്റെ കൂടെ എന്തേ ഷെയർ ചെയ്യാം. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് എസ്സേ പ്രതീക്ഷിക്കാം. അതിൻ്റെ അതിൻ്റെ എസ്സേൻ്റെ വീഡിയോ, ക്ലാസ് വീഡിയോ, അതിൻ്റെ ലിങ്ക് ഇത് ഈ ചാനലിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ അതും കൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ 2 എസ്സേ പറഞ്ഞ്, ഹാരപ്പ സംസ്കാരം, മോഹൻജൊദാരോ എന്നുള്ളൊരു എസ്സേയും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചുള്ളൊരു എസ്സേയും പറഞ്ഞു. ഈ 2 എസ്സേയുടെ ലിങ്ക്, യൂട്യൂബ് ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുക. നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു എസ്സേയും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വിശകലനം ചെയ്യാനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വിശകലനം ചെയ്യാനാണ്. അതിൽ നിസ്സഹകരണ പ്രസ്ഥാനം എഴുതാം, ഉപ്പു സത്യാഗ്രഹം, അതുപോലെ ചമ്പാരൻ എഴുതാം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എഴുതാം. ഓക്കെ, ഏതെങ്കിലും ഒരു 4 സമരത്തെ കുറിച്ച് പഠിച്ചു വെക്കാം. ഒരു ഭാഗത്ത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യക്കാരായിരിക്കണം, മറുഭാഗത്ത് ബ്രിട്ടീഷുകാരായിരിക്കണം. അപ്പോൾ ബ്രിട്ടീഷുകാരോടുള്ള ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയുടെ പങ്കാണ് ചോദിച്ചത്. അപ്പോൾ ഈ സമരങ്ങളൊക്കെ എഴുതണം. ചമ്പാരൻ എഴുതണം, നിസ്സഹകരണ പ്രസ്ഥാനം എഴുതണം, ക്വിറ്റ് ഇന്ത്യ എഴുതണം, ഉപ്പ് സത്യാഗ്രഹം എഴുതണം. അതുപോലെ നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ ക്വിറ്റ് ഇന്ത്യ എഴുതാൻ പറഞ്ഞു. അതിൽ ചമ്പാരൻ എഴുതാൻ പറഞ്ഞു. ഒരു 4 സമരത്തെ കുറിച്ച് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും എസ്സേ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 3 എസ്സേ ക്വസ്റ്റ്യൻ പറഞ്ഞു. ഹാരപ്പൻ സംസ്കാരവും മോഹൻജൊദാരോയും. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ 2ാമത്തെ എസ്സേ. 3ാമത്തെ എസ്സേ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ. ചമ്പാരൻ എഴുതാം, ക്വിറ്റ് ഇന്ത്യ എഴുതാം, അതുപോലെ ഉപ്പ് സത്യാഗ്രഹം എഴുതാം, നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ എഴുതാം. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ എഴുതാം. അങ്ങനെ കുറേ ഒരു 4-5 സമരങ്ങൾ പഠിച്ചേക്കുന്നത് നല്ലതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പാഴാവില്ല. അതൊക്കെ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ 3 എസ്സേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ആ 3 എസ്സേ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, ക്ലാസ് വീഡിയോ ഈ ചാനലിൽ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതിലൂടെ പോയി കണ്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, പാഴാവില്ല. അപ്പോൾ ഇവിടെ ഒരു 40 മാർക്കിൻ്റെ അടുത്തുള്ള ചോദ്യോത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 40 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളാണ്, എസ്സേ ഉൾപ്പെടെ 40 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ആ വോയിസ് ആവർത്തിച്ച് കേട്ട് നോട്ട് എഴുതി പഠിക്കണം, ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. എസ്സേയുടെ വീഡിയോയുടെ അതിൻ്റെ ലിങ്ക് ഇതിനോട് ഷെയർ ചെയ്യാം. ആ വീഡിയോ കണ്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ, നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത മറ്റൊരു വിഷയവുമായി നമുക്ക് ഏറ്റവും അടുത്ത നിങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനവും സഹകരണവും പ്രാർത്ഥനയും ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.